Welcome back to Math Prodigy. Hi all. സോ നമ്മൾ നമ്പർ തിയറി കോമ്പിനറ്റോറിക്സിലെ വേറെ ഒരു ക്വസ്റ്റ്യനുമായിട്ട് വന്നിരിക്കുകയാണ്. 1991 ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം നമ്പർ തിയറി. ഒരു 4 ഡിജിറ്റ് നമ്പറിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: a 4 ഡിജിറ്റ് നമ്പർ ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഏതോ ഒരു 4 ഡിജിറ്റ് നമ്പറിനെ പറ്റിയാണ് ചോദിച്ചത്. ഇറ്റ് ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സെക്കൻഡ് പ്രോപ്പർട്ടി അതിന്റെ ഫസ്റ്റ് 2 ഡിജിറ്റും ഈക്വൽ ആണ്. തേർഡ് പ്രോപ്പർട്ടി അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റും ഈക്വൽ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ആ 4 ഡിജിറ്റ് നമ്പറിന്റെ പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഈ പറയുന്ന പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? അപ്പോ ഒരു 4 ഡിജിറ്റ് നമ്പർ ആണ്, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിന്റെ ഫസ്റ്റ് 2 ഡിജിറ്റ് ഈക്വൽ ആണ്, അടുത്ത 2 ഡിജിറ്റും ഈക്വൽ ആണ്. അപ്പൊ ആ നമ്പറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം: എ ബി ആർ ഡിജിറ്റ്സ്. എയും ബിയും ഡിജിറ്റ്സ് ആണ്, A0 അല്ല. അപ്പൊ ആ നമ്പറിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു: എ ബി എന്നായിരിക്കും ആ നമ്പർ. ഇത് നമ്പർ ആണ്, നമ്പറിന്റെ നൊട്ടേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിന്റെ വാല്യൂ എന്തായിരിക്കും? ഡെസിമലില് ഈ നമ്പറിന്റെ വാല്യൂ എന്തായിരിക്കും? ബി പ്ലസ് 10b പ്ലസ് 100a പ്ലസ് 1000a. b പ്ലസ് 10b പ്ലസ് 100a പ്ലസ് 1000a ആയിരിക്കും അതിന്റെ വാല്യൂ, വിച്ച് ഇസ് 11b പ്ലസ് 1100a. 11b പ്ലസ് 1100a. ആ 11 പുറത്തെടുത്താൽ വി ഹാവ് 100a പ്ലസ് b. ഒരു 11 പുറത്തെടുത്താൽ വി ഹാവ് 100a പ്ലസ് b. ഈ 100a പ്ലസ് b എന്ന് പറഞ്ഞാൽ ആസ് നമ്പർ നമുക്ക് അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ? 100a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഏതാണ്? b പ്ലസ് 100a. അതായത് യൂണിറ്റ് പ്ലേസിൽ b, അപ്പൊ b ഇൻറ്റു 1. ടെൻസ് പ്ലേസിൽ ഒന്നുമില്ല, 100 പ്ലേസിൽ a ഇൻറ്റു 100. സോ ആസ് എ നമ്പർ ഈ 100a പ്ലസ് ബിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ A0b എന്ന് പറഞ്ഞ നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വേണ്ട ഈ നമ്പർ കിട്ടും. A0b എന്ന് പറഞ്ഞ നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ വേണ്ട നമ്പർ കിട്ടും. ഓൾസോ ഇനി നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ? ഈ പറഞ്ഞ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ ഇത് എന്തിന്റെയോ ഒരു സ്ക്വയർ ആണ്. ഓൾസോ അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: ഇതൊരു കെ സ്ക്വയർ ആണ്, ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ്. ഓൾസോ 11, അത് ആ നമ്പർ ഈസ് ഓൾസോ 11 ഇൻറ്റു A0b. 11 ഇൻറ്റു A0b യുമാണ്. അങ്ങനെയാണെങ്കിൽ A0b എങ്ങനെ ആയിരിക്കണം? അതായത് 11 ഇൻറ്റു A0b, ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഈ 11 ഇൻറ്റു A0b യും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അത് പെർഫെക്റ്റ് AABB പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ AAB ആണ് 11 ഇൻറ്റു A0b, അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ ഈ 11ന് ഇവിടെ ഒരു 11 കൂടി വേണം. ആ 11ന് പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ A0b യിലും ഒരു 11 വേണം. ഇനി 11 കഴിച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവണം. സോ A0b ആക്ച്വലി 11 ഇൻറ്റു ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. A0b എന്ന് പറഞ്ഞ നമ്പർ ഒരു 11 ഇൻറ്റു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. അതൊരു 11ഉം വേണം, പിന്നെ അതൊരു പെർഫെക്റ്റ് സ്ക്വയറും ആയിരിക്കണം. 11 ഇൻറ്റു ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. ഇനി A0b എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ നമ്പർ AABB ഒരു 4 ഡിജിറ്റ് നമ്പർ ആണ്. A0b ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ്. ആ A0bനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ ഒറിജിനൽ 4 ഡിജിറ്റ് നമ്പർ കിട്ടും. ആ A0b നമ്മളിപ്പോ കണ്ടെത്തുകയും ചെയ്തു. അത് 11 ഇൻറ്റു ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 11 ഇൻറ്റു ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഈ m എന്ത് വേണമെങ്കിലും ആവാം. m is an integer. m is a പോസിറ്റീവ് ഇൻറ്റിജർ. mന് എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ 11 ഇൻറ്റു m സ്ക്വയർ ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ m സ്ക്വയറിന് എന്താവാൻ പറ്റൂല? m സ്ക്വയർ കാൺ ബി സിംഗിൾ ഡിജിറ്റ്. m സ്ക്വയറിന് സിംഗിൾ ഡിജിറ്റ് ആവാൻ പറ്റില്ല. കാരണം m സ്ക്വയർ സിംഗിൾ ഡിജിറ്റ് ആയാൽ m സ്ക്വയറിന്റെ മാക്സിമം വാല്യൂ m സ്ക്വയർ മാക്സ് സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ m സ്ക്വയറിന്റെ മാക്സിമം വാല്യൂ 9 ആണ്. സോ 11 ഇൻറ്റു 9 കിട്ടുള്ളൂ 99, വിച്ച് ഇസ് നോട്ട് എ 3 ഡിജിറ്റ്. അത് 3 ഡിജിറ്റ് അല്ല. ഓക്കെ, അപ്പൊ A0b 3 ഡിജിറ്റ് ആവണമെങ്കിൽ m സ്ക്വയർ എന്താവണം? ഷുഡ് ബി എ 2 ഡിജിറ്റ് നമ്പർ. m സ്ക്വയർ ഒരു 2 ഡിജിറ്റ് നമ്പർ ആവണം. m സ്ക്വയർ ഒരു 2 ഡിജിറ്റ് നമ്പർ ആവണം. സോ പോസിബിൾ വാല്യൂസ് ഓഫ് m സ്ക്വയർ
ഇനി 3 ഡിജിറ്റ് ആയാലോ, എം സ്ക്വയർ 3 ഡിജിറ്റ്, ഫസ്റ്റ് 3 ഡിജിറ്റ് സ്ക്വയർ നമ്പർ ഏതാ, 100 ആണ്. അപ്പൊ 11 into 100 അപ്പൊ എന്താവും, അപ്പൊ അത് 4 ഡിജിറ്റ് ആവും. സോ എം സ്ക്വയർ എന്തായാലും ഒരു 2 ഡിജിറ്റ് നമ്പർ ആയേ പറ്റുള്ളൂ. അപ്പൊ എം സ്ക്വയറിന്റെ പോസിബിൾ വാല്യൂസ് ഓഫ് എം സ്ക്വയർ ഏതൊക്കെയാണ്, 16, 25, 36, 64 and 81. എം സ്ക്വയറിന് ഈ പോസിബിൾ വാല്യൂ, എം സ്ക്വയർ ഇതിൽ ഏതെങ്കിലും ഒന്നാവാം. ഓക്കെ, ഇനി ആ എം സ്ക്വയറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ് ഓഫ് ദ ഫോം A0B. ഈ 11 into 16 അല്ലെങ്കിൽ 11 into 25 11 into 36 11 into 64 11 into 81 ഏതാണെന്ന് അറിയില്ല, ഏതൊക്കെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്തേക്കാം. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വി ഷുഡ് ഗെറ്റ് എ 3 ഡിജിറ്റ് നമ്പർ ഓഫ് ദ ഫോം A0B. അപ്പൊ ഞാൻ എം സ്ക്വയറിന് തൽക്കാലം, എം സ്ക്വയർ ഒരു 2 ഡിജിറ്റ് നമ്പർ ആണല്ലോ, 2 ഡിജിറ്റ് നമ്പർ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു, XY. എം സ്ക്വയറിന് ഞാൻ XY എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി XY എന്ന് പറഞ്ഞ നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് എന്ത് കിട്ടുക, A0B എന്ന് കിട്ടുന്നത്. അപ്പൊ XYനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ആ മൾട്ടിപ്ലിക്കേഷൻ കാണിക്കാൻ പോവാണ്. എക്സും വൈയും ഡിജിറ്റ്സ് ആണ്. അപ്പൊ 1 into Y Y, 1 into X X, 1 into Y Y X. ഇനി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ആ 3 ഡിജിറ്റ് നമ്പർ കിട്ടാൻ പോകുന്നത്. ഇത് Y വരും, ഇവിടെ X plus Y വരും. ഇനി X plus Yയിൽ എന്തെങ്കിലും ക്യാരി ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്പുറത്തേക്ക് ക്യാരീഡ് ആയിട്ട് ഇവിടെ ഒരു നമ്പർ വരും. X plus Y നമുക്ക് എത്രയാണെന്ന് അറിയില്ല, അവിടെ ക്യാരി ചെയ്തിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് എക്സിന്റെ കൂടെ വന്നിട്ട് അതായിരിക്കും ഇവിടുത്തെ 3rd ഡിജിറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു നമ്പറാണ് ഇവിടെ കിട്ടുക, ഇങ്ങനെ ഒരു നമ്പറാണ് കിട്ടുക. അതായത് ഒന്നുകിൽ അത് X plus Y Y ആവാം, അല്ലെങ്കിൽ X plus 1 ആവും. ഇവിടെ ക്യാരി ചെയ്യാനുണ്ടാവും, എന്തായാലും ക്യാരി ചെയ്യാനുണ്ടാവും. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ദർ വിൽ ബി സംതിങ് ടു ക്യാരി, ഒരു 1 ക്യാരി ചെയ്യാനുണ്ടാവും. ഇവിടെ X plus 1 ആയിരിക്കും ഈ ഡിജിറ്റ്, ഇത് X plus Y, ഇത് Y. ഇങ്ങനെയായിരിക്കും ക്യാരി ചെയ്യാനുണ്ടാവും എന്ന് പറയാൻ കാരണം എന്താ, കാരണം നമുക്ക് ഇത് ചെയ്താൽ കിട്ടേണ്ടത് A0B എന്ന് പറഞ്ഞ നമ്പറാണ്. ഇത് ചെയ്താൽ കിട്ടേണ്ടത് A0B എന്ന് പറഞ്ഞ നമ്പറാണ്. ആ നമ്പറാണ് ഇത്. ബിന്റെ അവിടെ Y ആണ് വേണ്ടത്, 0ന്റെ അവിടെ X plus Y ആണ് വേണ്ടത്. അപ്പോ X plus Y 0 ആവണം. അപ്പോ അത് ആഡ് ചെയ്യുമ്പോൾ XY ആഡ് ചെയ്യുമ്പോൾ 10 വന്നിട്ടുണ്ടാവണം. അപ്പൊ ഒരു 1 ക്യാരി ചെയ്യും, ആ 1 ക്യാരി ചെയ്തിട്ട് എക്സിന്റെ കൂടെ വരും. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് X plus 1 ആവും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി, ഈ XYനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ കിട്ടും. അതിലെ നടുവിലെ ഡിജിറ്റ് വരാൻ പോകുന്നത് X plus Y ആണ്. അത് A0B പോലെ ആവണം ഈ 3 ഡിജിറ്റ് നമ്പർ. സോ ദാറ്റ് X plus Y ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ സ്ക്വയർ, എം സ്ക്വയർ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാവണം, അതിലെ ഡിജിറ്റ് XY ആണെങ്കിൽ ആ X plus Y 0 ആവണം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എം സ്ക്വയറിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. ഇതിൽ ഏതിലൊക്കെയാണ് സം ഓഫ് ഡിജിറ്റ്സ് XY, സം ഓഫ് ഡിജിറ്റ്സ് XY ആണ് ഡിജിറ്റ്സ് എങ്കിൽ X plus Y 0 ഏതിനാണുള്ളത്, ഇതിന് 0 അല്ല, ഇതിന് 0 അല്ല, ഇതിന് 0 അല്ല, 0 അല്ല. X plus Y എന്താണ്, 10 ആവണം. അതായത് ആ ഡിജിറ്റ് 0 ആവണം, വിച്ച് മീൻസ് അവിടെ 10 വന്നു, അപ്പോഴല്ലേ അത് 0 ആവാം. അവിടെ 10 വന്നു, അപ്പോഴാണ് അത് 0 ആയത്. അപ്പൊ 1 ക്യാരി ചെയ്ത് അപ്പുറത്തെത്തി. അപ്പൊ X plus Yക്ക് നമുക്ക് 10 കിട്ടണം. X plus Y എവിടെ 10 കിട്ടും, 64ൽ മാത്രമേ 10 കിട്ടുള്ളൂ. X plus Y A0B നടുവിൽ 0 വരണമെങ്കിൽ X plus Y 10 ആവണം. പിന്നെ എക്സും വൈയും ഡിജിറ്റ്സ് ആയതുകൊണ്ട് ഡിജിറ്റ്സിന്റെ മാക്സിമം സമയം 18 അല്ലേ ഉള്ളൂ. അപ്പൊ 10 ആവാൻ പറ്റുള്ളൂ. അപ്പൊ X plus Y 10 ആവണം. ഈ പറഞ്ഞ എം സ്ക്വയറിന്റെ പോസിബിൾ വാല്യൂസിൽ XY ആണ് എം സ്ക്വയർ എങ്കിൽ പോസിബിൾ വാല്യൂസിൽ X plus Y 10 വരുന്ന ആകെ 64ന് മാത്രമേ ഉള്ളൂ. 64ന് മാത്രമേ ഉള്ളൂ. സോ അവർ എം സ്ക്വയർ 64. നമ്മുടെ എം സ്ക്വയർ 64 ആണ്. എം സ്ക്വയർ 64 ആണ്. എം സ്ക്വയർ 64 ആണെങ്കിൽ നമുക്ക് A0B കിട്ടിയല്ലോ. A0B എന്താ, 11 into എം സ്ക്വയർ, 11 into 64. 64 into 11 എത്രയാ, 64 into 11 is 1416146704 704 കിട്ടും. സോ നമ്മുടെ A0B 704 ആണ്. പക്ഷെ നമുക്ക് കാണേണ്ടത് എന്താ, AABB. നമുക്ക് ആൻസർ ആയി. അതായത് ഇവിടെ ആകെ ഒറ്റ നമ്പർ അല്ലേ കിട്ടിയുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇങ്ങനെ എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്, ഇതാകെ ഒറ്റ ഒന്നിന് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. സോ ഇതാകെ ഒറ്റ നമ്പറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് പോസിബിൾ ആയിട്ട് ഒറ്റ നമ്പറേ ഉള്ളൂ. എന്നാലും ആ നമ്പർ ഏതാണെന്ന് നോക്കാം. AABB
AABB എന്തായിരിക്കും അപ്പോൾ 704 ആണ്. 704 into 11, ഇതിനെ ഇനിയും 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്പർ ഏതായിരിക്കും? 704 into 11. The number will be 140704. ഇതായിരിക്കും നമ്പർ 7744. 7744 മാത്രമാണ് നമ്മുടെ ആ നമ്പർ. A number with first two digits are the same. The next two digits are 4-digit number with first two digits same. The next two digits same and also a perfect square. There is only one such number which is 7744. 1 ആണ് ഇതിന്റെ ആൻസർ. 1 is the answer to this question.